ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന രംഗം വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സംഭവത്തിൻ്റെ അവസാന വാക്യം, അതായത് 45-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഡി, അതിങ്ങനെയാണ് പറയുക: ജനങ്ങളാകട്ടെ എല്ലാ ഇടങ്ങളിൽ നിന്ന് അവൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നു. ഈശോയെക്കുറിച്ച് അറിഞ്ഞ്, ഈശോയുടെ പ്രസക്തി കേട്ട്, ഈശോ പ്രവർത്തിക്കുന്ന രീതികളൊക്കെ കേട്ടിട്ട് ആളുകൾ ഓടിക്കൂടിയാണ്. ഒരുപക്ഷെ ഈശോനെ കാണാനായിരിക്കാം, സൗഖ്യങ്ങൾ നേടിയെടുക്കാനായിരിക്കാം, ഈശോ പറഞ്ഞു കേൾക്കുന്നതായിരിക്കാം. എന്തുമാകട്ടെ, ഈശോയിലൊരു താല്പര്യം വർദ്ധിച്ചിട്ട് അനേകായിരങ്ങൾ ഈശോയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ നീ ജീവിതത്തിലേക്കൊന്ന് നോക്കണം. എത്ര നാളായി നീ ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ട്? നീ മാമോദിസായിലൂടെ ജീവിക്കുകയാണല്ലോ. എത്രയോ വചനപ്രഘോഷങ്ങൾ കേട്ടിരിക്കുന്നു, എത്രയോ പ്രാവശ്യം കുദാശകൾ സ്വീകരിച്ചിരിക്കുന്നു, എത്രയോ വചനങ്ങൾ നിനക്കറിയാം, വായിച്ചിരിക്കുന്നു. ഈശോയുടെ അടുത്തെത്തുവാൻ, ചേർന്നിരിക്കുവാനുള്ള ഈ ആളുകൾ കാണിച്ച ആ ആവേശം നിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്നൊന്ന് പരിശോധിക്കുക. പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ കൂടെ ആയിരിക്കുന്നതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന തീഷ്ണത, അതാണ് നമ്മുടെ ജീവിതത്തെ ശരിക്കും നയിക്കുക. അതിന് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങളിൽ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്നോട് കൂടെ ആയിരിക്കുവാൻ ഒരു തീഷ്ണത നൽകണമേ. കൂടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ ഇടവരട്ടെ. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകൾ കൊണ്ട് ഈ വ്യക്തി നിറയപ്പെടാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാ